ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ഷാഹിർ, കണ്ണൂരാണ് സ്ഥലം. ഞാൻ ബികോം കഴിഞ്ഞതാണ്. ബികോം കഴിഞ്ഞ് ഒരു 16 വർഷം എബ്രോഡിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. 2019 മുതൽ ഞാൻ നാട്ടിൽ സെറ്റിലാണ്. നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാമ്പ് വെണ്ടർ എന്നുള്ള ജോബ്. കഴിഞ്ഞ വർഷം മുതൽ ട്രഡീഷണൽ സ്റ്റാമ്പ് പേപ്പർ എന്നുള്ള സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഇ സ്റ്റാമ്പ് എന്നുള്ള സംവിധാനത്തിലേക്ക് മാറിയതോടുകൂടി ജോബ് ഒരു ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നു. എക്സ്ക്ലൂസീവ്ലി വെൻഡേഴ്സ് ആണ് ഇത് കൈകാര്യം ചെയ്യാന്നുള്ള ഇതിലേക്ക് നിന്ന് മാറിയിട്ട് പബ്ലിക്കിനെ ആക്സസ് ചെയ്യുന്ന ഇതിലേക്ക് വരാൻ ചാൻസ് ഉള്ളതോടുകൂടി തന്നെ ജോബ് ഒരു ഇൻസെക്യൂറായിട്ട് മാറി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ജോബിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി കൊണ്ട് ജോബ് സെക്യൂർ ചെയ്യാന്നുള്ളത് തോന്നില്ല. അതുകൊണ്ട് തന്നെ പി ജിയും കൂടി അതിലുണ്ടാകുന്നത് നല്ലതാണെന്നുള്ളൊരു തോന്നലാണ് പി ജിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാലും മറ്റേ ലേൺ വൈസാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ലേൺ വൈസ് ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ പിന്നെ ആ ഒരു ഫീലിങ് അത് റൈറ്റാന്നുള്ളത് ഞാനെടുത്ത തീരുമാനം റൈറ്റാന്നുള്ളത് എന്നെ ഓരോ ദിവസവും കഴിയുന്നതോടെ എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് പി ജിയിലേക്ക് വരുമ്പോൾ ഒരു 20 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആൻസൈറ്റി ആയിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ല പകുതിക്ക് അത് നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരിത് നമ്മളെ ടച്ച് വിട്ടുപോയല്ലോ. അപ്പോൾ അങ്ങനെയല്ല, ഇത് എന്തായാലും എടുക്കാൻ പറ്റും. ഇത് സിമ്പിളാണ്, ഇതും സിമ്പിളാണെന്നുള്ളത് മെൻറ്റേഴ്സിൻ്റെതും മറ്റ് ടീച്ചേഴ്സിൻ്റെതെല്ലാം ഇടപെടലിലൂടെ അവർ തരുന്ന കോൺഫിഡൻസിലൂടെ എനിക്കത് ഓരോ ദിവസം കഴിയുന്നവരും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെടുത്ത തീരുമാനം പി ജി എടുക്കാമെന്ന് വെച്ചതും മറ്റേ അതുപോലെ ലേൺ വൈസിലേക്ക് ചേർന്നത് എല്ലാം പിന്നെ റൈറ്റായ ഒരു പാർട്ട്ണറെയാണ് കിട്ടിയെന്നുള്ളത് എല്ലാം എനിക്ക് പിന്നെ ഓരോ ദിവസം കഴിയുന്നവരും എനിക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന്.